ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ആർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഉയർത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. എയ്റ്റ് ഓഫ് കപ്പ്, വേൾഡ്, 3 of cup, 'The Emperor, Wheel of Fortune, 10 of Swords. നൈറ്റ് ഓഫ് സോഡ്സിൻ്റെ എനർജി എന്നാണ് വന്നിട്ടുള്ളത്. ബോട്ടം വന്നിട്ടുള്ളത് 6 സോഡ്സിൻ്റെ എനർജിയാണ്. ഇതിൽ ആദ്യം കിട്ടിയ കാർഡ് 8 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. നഷ്ടബോധത്തിലിരിക്കുന്ന ആൾക്കാരുടെ നമ്മളുടെ മുന്നിലുള്ള പല കാര്യങ്ങളും ഉണ്ടെങ്കിലും അത് കാണാൻ പറ്റാതെ, അതിൽ നല്ല കാര്യങ്ങൾ കാണാൻ പറ്റാതെ ഇരിക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. ഒരുപാട് നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അത് കാണാൻ പറ്റുന്നില്ല. മാത്രമല്ല, നിങ്ങളുടെ കൂടെ കുറേ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കാണെന്നുള്ളൊരു തോന്നലാണ്. ഇത് 3 ഓഫ് കപ്പിൻ്റെ ഒരു റിവേഴ്സ്ഡ് ഫോമാണ്, റിവേഴ്സായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ കുറേ ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ട്, പക്ഷെ നിങ്ങൾക്കത് അവരെയൊന്നും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അവരെ കൂടെ നിൽക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ എല്ലാവരും ഉണ്ട് നമ്മളുടെ കൂടെ, പക്ഷെ ആ കൂടെ ഉള്ള ആൾക്കാരൊന്നും നിങ്ങളുടെ ആൾക്കാരായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല. അതാണ് പ്രശ്നം. അപ്പോൾ അങ്ങനെ കുറച്ച് ഒറ്റപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ ഒരു ഇമോഷൻ എന്ന് വെച്ചാൽ, ഇന്നത്തെ നിങ്ങൾക്ക് എന്ത് കാര്യമാണോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് അതിൽ കുറച്ച് ഫോക്കസ്ഡ് ആണ് നിങ്ങൾ. അങ്ങനത്തെ ഒരു എനർജിയാണ്. അതാണ് നിങ്ങളുടെ പൂർണ്ണതയിലേക്ക് നയിക്കാൻ, നിങ്ങളെ കംപ്ലീഷന് അത് സ്ട്രോങ് ആയിട്ടുള്ള ബ്ലോക്ക് ഉണ്ടാക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ചില നല്ല കാര്യങ്ങൾ സംഭവിക്കാനുണ്ടെങ്കിലും നിങ്ങളുടെ ഈ ഒരു എനർജി ആ നല്ല കാര്യങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ഇത് എംബറാണ് കേട്ടോ, ഹൈറഫൻ്റല്ല, സോറി, ഇത് എംബറുടെ എനർജിയാണ്. പക്ഷേ ഇതിൽ കാണിക്കുന്ന എന്താണ്, നിങ്ങൾ അതിൻ്റെ ഒരു ബാക്ക് സൈഡാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും നിങ്ങൾ ഒളിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യേണ്ട പല കാര്യങ്ങളും, അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യാതെ നിങ്ങളതിൽ നിന്ന് ഒളിച്ചോടുന്ന അല്ലെങ്കിൽ പുറംതിരിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തന്നെ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകണം. അത് ഇപ്പോൾ പ്രശ്നങ്ങളും ഇതൊന്നും ഇല്ലാത്ത ഒരു ജീവിതം ഇല്ല എന്ന് മനസ്സിലാക്കുക. ഇപ്പം എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാവും, പക്ഷെ നമ്മൾ അത് ഒളിച്ചോടിയിട്ടോ അത് പുറംതിരിഞ്ഞിരുന്നിട്ടോ ഒന്നും ഒരു കാര്യമില്ല. നിങ്ങളുടെ ആ ഒരു പവർ, നിങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ട കാര്യം, നിങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു ദൗത്യം നിങ്ങൾ ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ് കാണുന്നത് കേട്ടോ. അത് ശരിയല്ല. നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണെന്ന് മനസ്സിലാക്കി നിങ്ങളത് ചെയ്യണം എന്നാണ് കാണുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു വീൽ ഓഫ് ഫോർച്യൂണാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കാലം നമ്മളുടെ മുന്നിൽ കാണിച്ചു തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നല്ലതും ചീത്തയുമായ ഒരുപാട് കാര്യങ്ങൾ, ഭാഗ്യവും നിർഭാഗ്യവും ഒക്കെ നമ്മളുടെ ജീവിതത്തിൽ വരും. അത് നമ്മൾ അംഗീകരിക്കണം എന്നുള്ളതാണ്. നമ്മൾ ഒളിച്ചോടിയിട്ട് കാര്യമില്ല. നമുക്ക് ഇപ്പം എപ്പോഴും നല്ലത് തന്നെ വരണമെന്നോ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ നടക്കണമെന്നൊന്നും ചിന്തിക്കരുത് എന്നുള്ളതാണ്. നിങ്ങൾ നെഗറ്റീവായിട്ടുള്ളൊരു ഇമോഷൻ കളഞ്ഞ് നിങ്ങളൊന്ന് പോസിറ്റീവ് ആകണം എന്നുള്ളതാണ് ഇതിനകത്ത് പറയണത്. കാരണം നിങ്ങളെ പറ്റിച്ചു പോയ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളോ
നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്തു നിന്ന് തിരിച്ചടി കിട്ടിയതിൻ്റെ ഒരു ടെൻഷനിലിരിക്കുന്ന ആൾക്കാർ, നിങ്ങൾ അവിടെ നിന്ന് എണീക്കണം എന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മറ്റുള്ളവർ എന്ത് ചെയ്തു എന്ന് വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല. ഇത് നിങ്ങൾ ഈ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾ ഫാസ്റ്റായിട്ടൊന്ന് മൂവ് ചെയ്യണം, പുറത്തിറങ്ങണം എന്നാണ്. നിങ്ങൾ ഇപ്പോഴും ഈ ഒരു ടെൻ ഓഫ് സോഡ്സിൻ്റെ എനർജിയിലാണ് ഇരിക്കുന്നത്. കാരണം നിങ്ങൾ വീണ് പോയി എന്നുള്ളൊരു ചിന്ത, ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്ത, അതൊക്കെ മാറ്റിക്കളയുക. നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ തന്നെ എടുക്കുക. ഭാഗ്യവും നിർഭാഗ്യവും ഒക്കെ ജീവിതത്തിൽ വരുമെന്ന് കുറച്ച് വിശ്വസിക്കുക. അത് വരും, ഒന്നും ശാശ്വതമല്ല എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് എപ്പോഴും വേണം. മാത്രമല്ല ഇതിൻ്റെ ബോട്ടം കിട്ടിയിട്ടുള്ളത് 6 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾക്കൊരു മാറ്റം വരുന്നു, ജീവിതത്തിലൊരു ചേഞ്ച് വരുന്നുണ്ട്. പക്ഷേ ആ ചേഞ്ച് വരണമെങ്കിൽ നിങ്ങൾ തന്നെ മുൻകൈയെടുത്ത് മുന്നോട്ട് പോയാൽ മാത്രമേ ആ ചേഞ്ച് വരുള്ളൂ. നിങ്ങൾ മടി കൊണ്ടിരിക്കാതെ, അല്ലെങ്കിൽ ഞാൻ വീണു പോയി എന്ന് പറഞ്ഞിരിക്കാതെ നിങ്ങളൊരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കണം എന്നാണ് കാണുന്നത് കേട്ടോ. അത് നിങ്ങൾ തന്നെ ശ്രമിച്ചാലേ പറ്റുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു എനർജി ഓറക്കിൽ നിന്നും എന്ത് ഗൈഡൻസ് ആണ് കിട്ടണേന്ന് നോക്കാം. അഡ്ജസ്റ്റന്റ് പോസിബിലിറ്റീസ് ആണ് വന്നിട്ടുള്ളത്. ധാരാളം വാതിലുകൾ നിങ്ങളുടെ മുന്നിൽ തുറക്കുന്നുണ്ട്. നിങ്ങൾ അത് ശ്രദ്ധിക്കാതെ നിങ്ങൾ ഈ ഉടഞ്ഞ കപ്പിൽ നോക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ നഷ്ടപ്പെട്ട അവസരങ്ങൾ നോക്കിയിരിക്കുന്നു, നഷ്ടപ്പെട്ടു പോയ വ്യക്തികളിൽ നോക്കിയിരിക്കുന്നു, പാസ്റ്റിൽ നടന്ന വിഷമിപ്പിക്കുന്ന സംഭവങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നു. അത് സ്റ്റോപ്പ് ചെയ്യാനാണ്. ഹാപ്പി ഫാമിലിയാണ് വന്നിട്ടുള്ളത്. സൺ കാർഡും വന്നിട്ടുണ്ട്. അപ്പം ധാരാളം സന്തോഷവും പുതിയ തുടക്കവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നാണ് ഇതിനകത്ത് കാണുന്നത്. നിങ്ങൾ ഈ വാതിലുകൾ, ഈ തുറന്നു കിടക്കുന്ന വാതിലുകളിലൂടെ നിങ്ങൾക്ക് എന്ത് വേണോ ചെയ്യാന്നുള്ളതാണ്. നിങ്ങളൊന്ന് കണ്ടെത്തിയാൽ മാത്രം മതി. നിങ്ങളുടെ കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് ധാരാളം വഴികളുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മാത്രമല്ല ഇതിനകത്തൊരു ഫാമിലി കാർഡ് വന്നിട്ടുണ്ട്. ഈ ഹാപ്പി ഫാമിലി എന്ന് പറയുന്നൊരു കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഹാപ്പി ഫാമിലി എന്ന് പറയുന്നത് നിങ്ങളുടെ ഫാമിലിയോടൊപ്പം നിങ്ങൾക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ്. അപ്പം നിങ്ങൾക്ക് ചിലപ്പം കുടുംബത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉള്ള ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ അത് വേണ്ട എന്നുള്ളതാണ് കാണുന്നത്. അതായത് ഒരു ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോഴാണോ പൂർണ്ണമായും നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നത്, ആ ഒരു കാര്യം, ഒരു സന്തോഷവും സമാധാനവും, നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന സന്തോഷവും സമാധാനവും ഒക്കെ നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നാണ് പറയുന്നത്. പിന്നെ സൺ കാർഡാണ്, പുതിയ തുടക്കമാണ്. നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് എത്തും. കാരണം വാതിലുകൾ ഒരുപാടുണ്ട് നിങ്ങളുടെ മുന്നിൽ. നിങ്ങളതൊന്ന് കണ്ടാൽ മതി. നിങ്ങളുടെ മുന്നിൽ തുറന്നു കിടക്കുന്ന വാതിലുകൾ കാണാതിരിക്കരുത്. കാരണം നിങ്ങൾ ഇതിനകത്ത് വേറൊന്നുമേ ശ്രദ്ധിക്കുന്നില്ല. ഈ പൊട്ടിയ കപ്പുകളിൽ മാത്രം നോക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ മുന്നിൽ വരുന്ന ഈ സണ്ണും ഹാപ്പി ഫാമിലിയും ധാരാളം വാതിലുകളും ഒന്നും കാണാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. അത് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. നിങ്ങൾ ഈ വരുന്ന വാതിലുകളൊന്നും, തുറന്നു കിടക്കുന്ന വാതിലുകളൊന്നും കാണാതെ നിങ്ങൾ ഈ പുറംതിരിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എനർജി നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ദൈവമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ തരാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ നിങ്ങളത് ആ ഒരു ഇതിൽ സ്വീകരിക്കാൻ നിങ്ങളുടെ എനർജി ഓക്കെ അല്ല. നിങ്ങളത് മാത്രം വിശ്വസിക്കുക. ഇപ്പം നിങ്ങൾ എന്ത് എനർജിയിലാണെന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. പക്ഷേ നിങ്ങൾക്ക് വരുന്ന നന്മകളെന്ന് പറയുന്നത് നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്തതാണ്. അതാദ്യം മനസ്സിലാക്കുക. കാരണം ധാരാളം ഹാപ്പിനെസ്സാണ് ഇതിൽ. സണ്ണും ഇതിൽ കുളിക്കുന്ന ഒരു പെൺകുട്ടിയൊക്കെയാണുള്ളത്, താമരയും. അപ്പോൾ അത്രയും സന്തോഷമാണെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സന്തോഷം എക്സ്പീരിയൻസ് ചെയ്യാൻ, നിങ്ങളുടെ ലൈഫ് ഫുൾഫിൽ ചെയ്യാനുള്ള സമയമായി. നിങ്ങൾ ഈ ഒരു എനർജിയിൽ ഇരിക്കാതെ നിങ്ങളൊന്ന് മുന്നോട്ട് പോകണം എന്നാണ് കാണുന്നത് കേട്ടോ. ഇനി ഞാൻ ഇതിൽ നിന്നും നമുക്ക് ഭഗവാന്റെ ഗൈഡൻസ് തന്നെ എടുക്കാം. എന്ത് ഗൈഡൻസ് ആണെന്ന് ഭഗവാൻ നമുക്ക് തരാൻ പറ്റുന്നതെന്ന് നോക്കാം.
യു ആർ ഓൺ റൈറ്റ് ട്രാക്കാണ്. നിങ്ങൾ പോകുന്നത് ശരിയായ വഴിയിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പലപ്പോഴും പലർക്കും ഒരു സന്ദേഹം കാണും, ഞാൻ പോണത് ശരിയാണോ, ഞാൻ ചിന്തിക്കുന്നത് ശരിയാണോ, ഞാൻ റൈറ്റ് ട്രാക്കിലാണോ. അപ്പോൾ ഇതിൽ ഉറപ്പായിട്ട് വിശ്വസിക്കുക, നിങ്ങൾ റൈറ്റ് പാത്തിലാണ് പോണത്, ആ വഴി ശരിയാണ്. അപ്പോൾ അതിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ശരിക്കും നേരായ വഴിയിലൂടെ തന്നെയാണ് പോകുന്നത് എന്നാണ് ഭഗവാൻ നിങ്ങളോട് പറയുന്നത്. അബണ്ടൻസ് ആൻഡ് പ്രോസ്പെരിറ്റി, ഈ വഴിയിലൂടെ പോയാൽ നിങ്ങളിപ്പോൾ പോകാൻ ഇതിൽ കാണിച്ചിട്ടുള്ള വഴിയാണ് കേട്ടോ. ഈ വഴിയിലൂടെ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് അബണ്ടൻസും പ്രോസ്പെരിറ്റിയും ആണ് വരുന്നതെന്നാണ്. നിങ്ങൾക്ക് ധാരാളം സമ്പത്തും സമൃദ്ധിയും ഒക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അപ്പോൾ അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുക, സ്വീകരിക്കുക. അപ്പോൾ അത് സ്വീകരിക്കാൻ എന്താണ് വേണ്ടത്? നിങ്ങൾ ആ ഒരു നിങ്ങൾക്കൊരു വേക്കപ്പ് കോളാണ് കേട്ടോ. നിങ്ങളത് ഉണർന്നെണീക്കാനാണ് ഭഗവാൻ പറയണത്. നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന നിങ്ങൾ ഒന്ന് ഉണർന്നെണീക്കുക. നീഡ് കാംനെസ് ആൻഡ് പേഷ്യൻസ് ആണ്. നിങ്ങൾ ശാന്തതയും വേണം, ഒരു ക്ഷമയും വേണം, രണ്ടും വേണം നിങ്ങൾക്ക്. ഈ രണ്ട് കാര്യങ്ങളും, ക്ഷമയും ശാന്തതയും കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിനെ മാറ്റാൻ നിങ്ങൾക്ക് പറ്റും. കാരണം ഭഗവാൻ നിങ്ങൾക്ക് അബണ്ടൻസ് കൊണ്ടുവരുന്നുണ്ട്. അത് റൈറ്റ് ടൈമിൽ നിങ്ങൾക്കത് കിട്ടും. കാരണം നിങ്ങൾ റൈറ്റ് ട്രാക്കിലാണെന്നാണ് ഈ ഒരു സമയം പോണത്. നിങ്ങൾ റൈറ്റ് ട്രാക്കിലാണ്. പക്ഷെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട് കുറച്ച്. നിങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നു. പലപ്പോഴും നിങ്ങൾ ചെയ്യേണ്ട കുറേ കർത്തവ്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നില്ല, കടമകൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ക്ലിയർ യുവർ മൈൻഡാണ്. മനസ്സിനെ നിങ്ങളൊന്ന് ക്ലിയർ ആക്കാനാണ്. നെഗറ്റീവ് ഇമോഷൻസിൽ നിന്ന് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ക്ലിയർ ആക്കണം, ക്ലെൻസ് ചെയ്യണം. നമ്മളുടെ ആവശ്യമില്ലാത്ത ചിന്തകൾ വരുമ്പോൾ മനസ്സിനെ ഒന്ന് നിയന്ത്രിക്കാൻ ശ്രമിക്കുക. ഈ മനസ്സിനെ നിയന്ത്രിക്കാൻ നിങ്ങൾ പോയാൽ മനസ്സിൻ്റെ കടിഞ്ഞാണെന്ന് നിങ്ങളിൽ വരാൻ സാധ്യതയില്ല. നിങ്ങൾ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ പ്രാണായാമം ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളത് മാത്രമേ അർത്ഥമുള്ളൂ. നിങ്ങൾ അങ്ങനെ ഒന്ന് നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ, ഒന്ന് കടിഞ്ഞാണിട്ട് ഒന്ന് പിടിച്ചാൽ ആ മനസ്സ് നിങ്ങളുടെ കയ്യിൽ വരും, നിങ്ങൾ പറയുന്നത് കേൾക്കും. അപ്പോൾ അത് ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ മനസ്സിനെ ഒന്ന് ശുദ്ധീകരിക്കുക. പഴയ ഓർമ്മകളും പഴയ പ്രശ്നങ്ങളും പഴയ വ്യക്തികളും പഴയ വൈരാഗ്യം ഇതൊന്നും നമുക്കിനി വേണ്ട. അത് എപ്പോഴും മനസ്സിലാക്കണം കേട്ടോ. നമ്മൾ പഴയ കാര്യങ്ങൾ, എന്നാലും അവരന്നും അങ്ങനെ എന്നോടത് ചെയ്തില്ലേ, എന്നാലും എന്നെ അങ്ങനെ പറഞ്ഞില്ലേ, എന്നെ അങ്ങനെ ദ്രോഹിച്ചില്ലേ, ഇതൊന്നും വേണ്ട. ഇതൊക്കെ നമ്മളുടെ മനസ്സിലിരിക്കും തോറും നമുക്ക് തന്നെയാണ് ബുദ്ധിമുട്ട് വരുന്നത്. അതെപ്പോഴും മനസ്സിലാക്കണം. ഇത് നമ്മളുടെ മനസ്സിലിരിക്കുന്നതുകൊണ്ട് മറ്റാർക്കും ഒരു പ്രശ്നവും ഇല്ല, നമുക്ക് ബുദ്ധിമുട്ട് വരും. അപ്പോൾ അത് ബുദ്ധിമുട്ട് വരുത്താതിരിക്കാനാണ് ഇത് നിങ്ങൾ ചെയ്യരുത് എന്ന് പറയുന്നത്. അതെപ്പോഴും ഒന്ന് മനസ്സിലാക്കുക. മനസ്സിനെ ക്ലിയർ ആക്കുക, മനസ്സിനെ കാമാക്കി വയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ഇന്നത്തെ ദിവസം ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.